അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീലിൻ്റെ വീട്ടിൽ ഇന്ന് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാര്യം മറ്റൊന്നുമല്ല, അതെ, തൻ്റെ പൊന്നുമോളെ പെണ്ണ് കാണാൻ വന്നു. എന്നാൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ തൻ്റെ പൊന്നുമോൾക്ക് അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതെ, ആദ്യമേ പരിചയമുള്ള ആളുകളാണത്രേ. തൻ്റെ പൊന്നുമോളെ അവർ സർപ്രൈസാക്കി ഞെട്ടിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാം കേട്ടുകൊണ്ട് ആ ഉപ്പ പുഞ്ചിരിച്ചു. ആഷി ഉസ്താദ് കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തൊക്കെ തന്നെയാലും അവൾ അറിഞ്ഞിട്ടില്ല, അവൾ അറിയരുത് എന്നതായിരുന്നു എൻ്റെയും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, എന്തായിരുന്നു മോൾ ആദ്യം പറഞ്ഞിരുത്? പൊന്നു മോനെ, ഞാൻ പറഞ്ഞു ഉപ്പയുടെ കൂട്ടുകാരാണ് വരുന്നത്, അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ. എങ്കിലും പാവം എൻ്റെ കുട്ടി എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവൾ പറഞ്ഞത് ഉപ്പ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്നതാണ് പറഞ്ഞത്. അല്ലാതെ എൻ്റെ കുട്ടി വേറൊന്നും എതിരായിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. അതെ, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം അനുസരിക്കും. അങ്ങനെ ആയി കഴിയുമ്പോൾ അവളുടെ ജീവിതവും നന്നാവും. ഉപ്പ കണ്ടില്ലേ, ഉപ്പ പറഞ്ഞപ്പോൾ എതിരൊന്നും പ്രവർത്തിക്കാതെ അവൾ നല്ല രീതിയിൽ ഓക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് നൽകിയത് അവൾ ആഗ്രഹിച്ച പുരുഷനെ തന്നെയായിരുന്നു. അല്ല മോനെ, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയാനായിട്ടില്ല. ഉപ്പയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സഫീർ, അവൻ നിരപരാധിയാണ്. നിരപരാധി ആയിട്ട് അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിലോ? ആ പിതാവ് ശരിക്കും ഞെട്ടി. അതെ ഉപ്പ, അവന് നിരപരാധിയാണ്. പക്ഷേ എന്തോ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവൻ്റെ പേരിലേക്ക് ഇട്ടിട്ട് ജയിലിൽ അടച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതായി. ഉപ്പ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പക്ഷേ അതെല്ലാം നിരപരാധിത്വം എല്ലാം തെളിയിച്ചത് മറ്റാരുമായിരുന്നില്ല, ഉപ്പയുടെ പുന്നാര മോൾ റിസ്വാന വക്കീൽ തന്നെയായിരുന്നു. മാഷാ അല്ലാ. എന്നാൽ അതിനുശേഷം എന്തെന്നറിയില്ല, സഫീറിൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ റിസ്വാന വക്കീലിനും ചെറിയൊരു മനസ്സിൽ എന്തൊക്കെ തോന്നി. അതുപോലെ നേരെ തിരിച്ചും. പക്ഷേ പ്രേമം എന്നൊന്നും പറയാനായിട്ടില്ല. എങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു സന്തോഷം കടന്നു വന്നതുപോലെയാണ് അവൻക്കും തോന്നിയത്. എന്നാൽ എനിക്കും തോന്നി, പഠിച്ചോനെ, എന്തുകൊണ്ടും യോജിക്കുന്നവരാണ് ഇവരെന്ന്. കാരണം റിസ്വാന വക്കീൽ അവളെനിക്ക് നന്നായിട്ടറിയാം. അത് എല്ലാം പഠനത്തിൻ്റെ കാര്യത്തിലും യുക്തിയുടെ കാര്യത്തിലും എല്ലാം അവൾ ഉഷാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഫീറിൻ്റെ സിറ്റുവേഷൻസ് അതിങ്ങനെയാണ്. പിന്നെ ഉപ്പ, നിങ്ങളോട് പറയാനേ, അവളുടെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് മോശമാണ്. ഉപ്പയോട് പറയുമ്പോൾ എല്ലാം തുറന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. മോനെ, മോശം എന്ന് വെച്ചാൽ ഒന്നുമല്ല. അത് ഓനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആ ഒരു ജ്യേഷ്ഠന് ഒരു വീട്ടിലെ വേലക്കാരിയുടെ മകളുമായി പ്രണയത്തിലാവുകയും ആ കുട്ടി ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ അതറിഞ്ഞ ഉമ്മ അവരെ മൊത്തത്തിലങ്ങ് എടുത്തു കളഞ്ഞു. വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. അതായത് ആ ഒരു ഗർഭിണിയായ പെണ്ണിനെ അവരുടെ ഉമ്മയൊക്കെ ഇവിടെ അങ്ങനത്തെ ഒരു വേലക്കാരിയും വേണ്ട, തന്തയില്ലായ്മ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് അവരെ പുറത്താക്കി. എന്നാൽ ഇവൻ പറഞ്ഞു, ജസീർ എന്ന പേരിൽ ജ്യേഷ്ഠുണ്ട്, അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ സംരക്ഷിക്കാമെന്ന് വരെ ഏറ്റെടുത്തു. പക്ഷേ നിനക്ക് വേറൊന്നും പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവനോട് പോലും അറിയാതെ അവരെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചത് ഒരു കറക്റ്റ് ഐഡിയ ഇല്ല. അതിനുശേഷം അവന് കുറച്ചൊരു മെൻ്റലായിട്ട് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അവൻ്റെ ഒരു സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരതിന് സമ്മതിക്കൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ്. ശരിക്കും ആ പിതാവ് ഭയപ്പെട്ടു. മോനെ, എന്തൊക്കെയാണ് പറയുന്നത്? അതെ അതെ ഉപ്പ എന്ന് കരുതിയിട്ട് അങ്ങനെയെന്നല്ല. എന്നാൽ ആ പെണ്ണിനെ അങ്ങ് വിവാഹം കഴിപ്പിച്ച് കൊടുത്തുവിടായിരുന്നോ? കൊടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവന് ഇത്രക്കും മോശമായ സ്വഭാവം ഉണ്ടാവുമായിരുന്നില്ല. ഇവൻ അത്യധികം വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുക, മറ്റുള്ള പേരിൽ കെട്ടിവെക്കുക. വലിയൊരു അക്രമം ചെയ്തിട്ട് നേരെ കെട്ടിവെച്ചത് അനിയൻ്റെ മേലെ. മോൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാനും അവനും പഠിക്കാൻ പോന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഈ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റോ? ആര്? അതെ, ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണിനെ. ശരിക്കും അദ്ദേഹം ഞെട്ടി. മോനെ, അതെ, പക്ഷേ അവളിപ്പോൾ വീൽ ചെയറിലാണ്. അത് പറയുമ്പോൾ ആഷി ഉസ്താദ് വിതുമ്പി. മോൻ എന്തൊക്കെയാണ് പറയുന്നത്? അതെ ഉപ്പ, അവൾ വീൽ ചെയറിൽ കഴിയാണ്. അവൾ 2 കാലുകളും ഒടിച്ച് ഒരിക്കലും നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയത് ജസീറാണ്. അതും
സഫീറിൻ്റെ ലോറി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ പേരിലുള്ള ലോറി ഉപയോഗിച്ചാണ് ചെയ്തത്. മറ്റൊന്നും ഇല്ലായിട്ടല്ല, പക്ഷേ കേസ് അവൻ്റെ പേരിൽ ആകാൻ വേണ്ടിയിട്ട് അവൻ്റെ ലോറി കൊണ്ടുപോയി. അതെ, ഹാദിയ എന്നുള്ള പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയായിരുന്നു. കോടീശ്വരന്മാരെ വീട്ടിലുള്ളതാണ്. ഉപ്പൊക്കെ നല്ല പണക്കാരൻ തന്നെയാണ്. എന്നാൽ എന്ത് ചെയ്യാൻ, എന്തുണ്ടായിട്ടും എന്താ, ഓരോരുത്തർക്ക് അങ്ങനെ ഒരു ദേഷ്യവും വാശിയും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അവൻ ആ ക്രൂരകൃത്യം ചെയ്തു. ശരിക്കും മോനെ, അതെ, ശരിക്കും അദ്ദേഹത്തിന് ഭയം തോന്നി. കാരണം ഒരു കുഴപ്പമില്ലാത്ത പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്നൊക്കെ വെച്ചാൽ മോനെ എനിക്ക് ഭയം തോന്നുന്നു ആ കാര്യത്തിൽ. ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ള എല്ലാ സേഫ്റ്റിയും ചെയ്തിട്ട് ഇതിന് തയ്യാറാവുകയുള്ളൂ. എന്നാൽ ആ പിതാവിന് അതെല്ലാം കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ തോന്നി. റബ്ബേ അല്ല ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഏത് തെറ്റ് ചെയ്തവരും നന്നാവുമല്ലോ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അതേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ആ പിതാവ് ഭയന്നിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൾ എപ്പോഴും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അവനെന്തെങ്കിലും വാശിയോ വൈരാഗ്യമോ ഉണ്ടെങ്കിലേ റഹ്മാനെ പഠിച്ചോനെ. അദ്ദേഹം ഓരോന്ന് ചിന്തിച്ചു. എന്നാൽ ആശുസ്താദ് പറഞ്ഞു, ഉപ്പ നിങ്ങൾ വിഷമിക്കില്ലേ ഒന്നുകൊണ്ടും. പക്ഷേ അവൻ്റെ ഒരു മാനസികപരമായിട്ട് എന്തൊരു വൈകല്യമുണ്ട് അവർക്ക്. അല്ലെങ്കിൽ പിന്നെ അങ്ങനൊരു ഗർഭകം സംഭവിച്ചു. വിവാഹം കഴിഞ്ഞില്ല, അതിന് മുമ്പായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അതങ്ങ് നടത്തി കൊടുക്കലായിരുന്നു വേണ്ടത്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അറിയില്ല. ആരോടോളൊരു വാശിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അവരെ പീഡിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ഓരോ സിറ്റുവേഷൻസാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. എന്തൊക്കെയാവോ അള്ളാഹു ആലം. ആഷി ഉസ്താദ് അതെല്ലാം പറഞ്ഞു. മോനെ എന്നാലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ മാത്രമുള്ള അസുഖം അങ്ങനെയെല്ലാനും എന്തൊക്കെയോ ഒരു വാശിയും വൈരാഗ്യവും ആരോടൊക്കെ തീർക്കുന്ന പോലെയാണ് അവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട്. ഉപ്പ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട മോനെ. ഞാൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ സഫീറിൻ്റെ സ്ഥിതി കുറച്ച് ടെൻഷനാണ്. പിന്നെ വീടുമായിട്ട് വലിയ ബന്ധമില്ല. അതായത് വീട്ടുകാരുടെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്. അതായത് ഒന്നുമല്ല, ജ്യേഷ്ഠനും ഉമ്മയൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ നന്നാക്കട്ടെ. പക്ഷേ സഫീർ അവൻ പഠിക്കാൻ വരുന്നതും അവന് ഇനിയിപ്പോൾ ലീവ് കിട്ടിയാൽ നാട്ടിലേക്ക് പോയാൽ അങ്ങോട്ട് പോലും ഒരു പ്രാവശ്യം പോയാൽ തന്നെ അവനെ അവർ കളിയാക്കിയിട്ടും അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ്. പിന്നെ പുളിക്കൽ തറവാട്ടുകാരെന്ന് വെച്ചാൽ പേര് കേട്ട തറവാട്ടുകാരാണ്. അറയ്ക്കൽ തറവാടും പുളിക്കൽ തറവാടൊക്കെ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പോലെയാണ് അവരുടെയൊക്കെ നിൽപ്പ്. എന്തായാലും പുളിക്കൽ തറവാടാണ് ഒന്നും കൂടി മെച്ചം. അതായത് ഒന്നുമല്ല, വലിയ വീടും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളും. ഇപ്പം നിങ്ങളുടെ മരുമകനാകാൻ പോകുന്ന സഫീറിന് തന്നെ അവനിപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനുള്ള ക്യാഷും കാര്യങ്ങളും അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. കാരണം അവൻ്റെ പേരിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങളും അതും ഇതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടി, ഞങ്ങൾ വന്ന വാഹനം വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് കോളേജിൽ പോകാൻ ഇനി ഫ്രീ കിട്ടുമ്പോൾ പുറത്ത് പോകാനൊക്കെ നമുക്ക് ഒരു വാഹനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു വിലപിടിപ്പുള്ളൊരു വണ്ടിയൊക്കെ എടുത്തതാണ്. അതൊക്കെ അവന് ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിഷയമില്ല. ക്യാഷൊക്കെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ അവൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല, എത്ര സ്വത്തും സമ്പത്തും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതല്ല നമുക്ക് വേണ്ടത്. ഒരുപാട് ക്യാഷ് ഉണ്ടായതുകൊണ്ട് സമാധാനം കിട്ടുമല്ലോ. ഒരുപാട് വലിയ വീട്, ഒരുപാട് വലിയ തോട്ടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, എന്തൊക്കെ ഉണ്ടായാലും സമാധാനം എന്നുള്ളത് മനസ്സിനുള്ളിൽ ഉള്ള ഒരു സംഭവമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും എന്താ. അവന് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, മനസ്സിൻ്റെ ഉള്ളിൽ സമാധാന പ്രശ്നം. അതൊന്നുമല്ല, വീട്ടുകാരുടെ ആ സ്വഭാവം കൊണ്ടാണ്, വേറൊന്നുമല്ല. അവനൊരാഗ്രഹമുണ്ട് എല്ലാവരും നല്ല രീതിയിൽ നേരായ വഴിയിലേക്ക് നയിക്കണം, തെറ്റായ വഴിയിലേക്ക് പോവരുത് എന്നുള്ളതാണ്. ഇനി ഉമ്മയായാലും ജ്യേഷ്ഠനായാലും തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കണം. അങ്ങനെ ഇവനും ദീന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ അളിയൻ ഉസ്താദിനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. അൽഹംദുലില്ലാ, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അവനക്ക് ദീൻ പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ. സത്യമായിട്ടും സഫീർ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും അൽഹംദുലില്ലാ നല്ലൊരു മോൻ തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടുകാരുടെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ടെൻഷനുള്ളൂ. അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ.
എൻ്റെ മോൾ കഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ ആ പിതാവ് ദയനീയമായി നോക്കിയപ്പോൾ ഇല്ലപ്പാ, ഒരിക്കലുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അവളെ അങ്ങോട്ട് വിടില്ലല്ലോ. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അതിനനുസരിച്ച് അവൾ ജോലിക്കാരായിരിക്കും, ഇനി അവനും തന്നെ അവൾക്കനുസരിച്ച് നിൽക്കും. എന്തൊക്കെയാവുമ്പോഴും ഇൻഷാ അല്ലാ എന്നാണ് അവർ നന്നായിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ ദിവസം നമുക്ക് അൽഹംദുലില്ലാ നല്ല രീതിയിൽ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു വിടാം. അല്ലാത്ത പക്ഷം ഒരിക്കൽ പോലും അവരെ വീട്ടിലേക്ക് ഇപ്പോൾ വിടേണ്ട തൽക്കാലം. അതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട, ആശിസ്താദിൻ്റെ വാക്കുകൾ കേട്ട ആ പിതാവ്, അല്ലാ പഠിച്ചവനെ, ഉപ്പങ്ങളൊന്നും വിഷമിക്കല്ലിട്ടോ, കാര്യങ്ങൾ പറയാൻ ഞാൻ പറ്റൂല. ഒരിക്കലും ചതിച്ചു എന്നുള്ള പേരുണ്ടാകാൻ പാടില്ലല്ലോ. സഫീർ 100-ൽ 100ആണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതെ, എല്ലാ കാര്യത്തിലും, ചിട്ടയുടെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, ഇസ്ലാമികമായ നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകാനായിട്ടൊന്നുണ്ട്. മോനെ അതെന്തേ? അത് നിക്കാഹ് പെട്ടെന്ന് വേണമെന്ന് പറയുന്നുണ്ട്. നിക്കാഹോ? മോൻ്റെയോ? ആ അതെ അതെ ഉപ്പാ, നിക്കാഹ് പെട്ടെന്ന് വേണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻഷാ അല്ലാ എൻ്റെ പെണ്ണിൻ്റെ പഠനം കൂടി പൂർത്തിയാക്കണം ഇവിടെ കൊണ്ടുവന്നിട്ട്. അതെന്താ മോനെ അവിടുന്ന്? ഉപ്പാ, അന്ന് ആക്സിഡൻ്റായി കാലുകൾ മുറിഞ്ഞത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റേതായിരുന്നു. അത് കേട്ട് ആ പിതാവ് ഞെട്ടിപ്പോയി. മോനെ, അപ്പോൾ നീ? അതെ ഉപ്പാ, ജീവിതത്തിൽ അങ്ങനെയെങ്കിലും നല്ല കാര്യം ചെയ്യണമല്ലോ. കാരണം കാലുകൾക്ക് ശേഷിയില്ലാത്ത, അപകടത്തിൽ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് തീർച്ചയായും കൂലി കിട്ടുന്ന സംഭവം തന്നെയല്ലേ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആ പിതാവ് ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചവനെ, ആഷി ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ റബ്ബേ, ത്യാഗം സഹിക്കുവാൻ ഒരുങ്ങുന്ന ആ ഒരു യുവാവിനെ കുറിച്ച് ഓർത്ത് ശരിക്കും അദ്ദേഹത്തിന് അഭിമാനമാണ് തോന്നിയത്. എന്നാൽ ഈ സമയം അതാ അവരുടെ അടുക്കളയിൽ ഉമ്മ നല്ല പലഹാരപ്രിയയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നുമോളെ കാണാൻ വന്ന മരുമകന് എന്തൊക്കെയോ സ്പെഷ്യൽ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. എന്തൊക്കെ തന്നെയാണ് ഇവൾ ഒരു 3-4 ദിവസമെങ്കിലും ഇവിടെ കാണും. പിന്നീട് നാട്ടിലേക്ക് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ ആശയുടെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. അല്ലാ, ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ എവിടെ മനു കുട്ടി? ഉമ്മ, ഞാൻ ഇവിടെയുണ്ട്. ആ അല്ല മോനെ, എന്നാ വരുന്നത്? നീ പറഞ്ഞില്ലേ 2 ആഴ്ചയോളം ലീവ് ഉണ്ടെന്നുള്ളത്. അതെന്താ മോനെ വരാത്തത്? ഉമ്മ, ഞങ്ങൾ മറ്റൊരിടത്താണ്. എവിടെയാ മോനെ? ഞങ്ങളിപ്പോൾ കുവൈറ്റിലാണ്. അവിടെ എന്താ? അല്ല, ഒരുപാട് ദൂരല്ലേ അവിടെ നിന്ന് അങ്ങോട്ട്? ആ അതെ, ദൂരമൊക്കെ ഉണ്ട്. എന്താ മോനെ അങ്ങോട്ട് പോയത്? ക്ലാസ് കഴിഞ്ഞപ്പോൾ തെണ്ടി നടക്കുകയാണോ? അല്ലമ്മ, ഞങ്ങൾ ഒരു പെണ്ണ് കാണലിന് വന്നതാണ്. പെണ്ണ് കാണലോ? എൻ്റെ കുട്ടിയെ ഈ എന്തീ പറഞ്ഞത്? ആർക്ക്? എനിക്ക്. എന്നാൽ അത് കേട്ടപ്പോൾ ഉമ്മക്ക് ദേഷ്യമാണ് വന്നത്. നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ഉമ്മ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. ഓൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നാൽ ഉമ്മയെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ വല്ലാത്ത ഒരു ടെൻഷനായിപ്പോയി ആഷിക്കത്. ഉമ്മക്ക് തമാശ പറ്റിയില്ലല്ലോ. മറ്റത് എത്ര തമാശ പറയണത്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? എനിക്ക് പെണ്ണ് കാണാൻ വന്നാണെന്ന് പറഞ്ഞിട്ടാണോ? എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് അതാ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. എന്നാൽ ഐഷു, ഉമ്മ എന്ത് ഫോൺ എടുക്കാത്തത്? ഇക്കാക്കയാണല്ലോ. ഹലോ ഇക്കാക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോളെ. ഇവിടെ ഉമ്മ? ഉമ്മ ഇതാ അവിടെ അപ്പുറത്തുണ്ട്. ഉമ്മ എന്താ എടുക്കാത്തത്? ഉമ്മ എന്നോട് പിണങ്ങി തോന്നുന്നുണ്ട്. എന്താ ഇക്കാക്ക അങ്ങനെയൊക്കെ? നിങ്ങൾ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണല്ലോ. അതല്ല, ഞാൻ പെണ്ണ് കാണാൻ വന്നാണെന്ന്. അതിൽ ദേഷ്യം പിടിച്ച് ഉമ്മ കട്ട് ചെയ്തു. എൻ്റെ പൊന്നാരിക്ക, ഉമ്മയോട് വേറെന്ത് തമാശ പറഞ്ഞാലോ അത് പറയേണ്ടിയിരുന്നില്ല. അതെന്താ? കാരണം എപ്പോഴും ഹാദിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉമ്മാക്ക്. അതെ, അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പൊന്നു പോലെ നോക്കും. അവൾ എങ്ങനെ വെച്ചാൽ ഞാൻ നോക്കും. എൻ്റെ പൊന്നു മോളെ പോലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര അവളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്.
ആ എന്നിട്ട് അതിൻ്റെ ഇടയിൽ പെണ്ണ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ ഉമ്മക്ക് ദേഷ്യം പിടിക്കാതിരിക്കുമോ? ഞാൻ ഉമ്മയുടെ അടുത്ത് കൊടുക്കുക ഫോണ്. ഉമ്മ ഇത് ആശയ്ക്ക് വിളിക്കുന്നു. എനിക്ക് വേണ്ട എൻ്റെ ഫോണ്. എന്താ ഉമ്മങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ചത്? ഇക്ക എത്ര ദൂരെയാണ്. ശരിയാണ്, എന്നാലും ഇപ്പം അങ്ങനെയാണ്. ഓൻ പറഞ്ഞത് എന്നോട് എന്താണെന്നോ, ഞാൻ പെണ്ണ് കാണാൻ പോവാണെന്ന്. എന്താന്നില്ലേ, ഒരു പെണ്ണിന് വാക്കുകൊടുത്ത് ഉറപ്പിച്ചതൊക്കെ ആക്കിയിട്ട് ഓനിപ്പോൾ. ഉമ്മ എന്താ ഉമ്മ, നിങ്ങളിക്കാക്കൊരു തമാശ പറഞ്ഞതായിരിക്കും. ആ തമാശ വൈമൽ പറയണത്. ഉമ്മ ശരിക്കും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. പാവം ആ പെൺകുട്ടിക്ക് മോഹം കൊടുത്ത് മോഹിപ്പിച്ചിപ്പോൾ നിർത്തിയിട്ടിപ്പോൾ കാണാൻ പോലും ഒക്കെ കഴിഞ്ഞപ്പോൾ. എന്താ ഓൻ പറയണത് എനിക്കറിയില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവമൊക്കെ മാറുക തന്നെയാണ്. പഴയ പോലെ ഒന്നല്ല. എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ എഴുതാപ്പുറം ചിന്തിക്കല്ലേ. നിങ്ങൾ എഴുതാപ്പുറം ചിന്തിക്കേ വേണ്ട. എന്നാൽ ആഷി ഉസ്താദ് വീണ്ടും വിളിച്ചു. ഉമ്മ ഫോൺ എടുത്തില്ല. ഷെടാ, ഉമ്മ പിണങ്ങിയല്ലോ എന്നോട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സർപ്രൈസ് ആയിട്ടാണ് പോയാലോ? ഞാനതൊന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഉമ്മാൻ്റെ വിചാരം എനിക്ക് വേറെ ഇതെവിടെ പെണ്ണിവിടെ സെറ്റായി, ഞാൻ പെണ്ണ് കാണാൻ എന്തിനാ പോയത് വിചാരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കും. കാരണം ഉമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അത് അന്ന് വീട്ടിലവളെ കൊണ്ടു നിർത്തിയ സമയത്തൊക്കെ ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്തെന്നറിയില്ല, പഠിച്ചോനെ ഉമ്മാൻ്റെ പിണക്കോഞ്ഞ് മാറ്റി ഞാനിപ്പോൾ ആരുടേത് മാറ്റാൻ എനിക്കറിയുന്നില്ല. എന്നാൽ ആഷി ഉസ്താദ് വീണ്ടും വിളിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്. ഉമ്മ പാവല്ലേ ഇക്കാക്ക, ഒന്ന് ഫോൺ എടുത്തോളേ. ഉമ്മ അതാ മനമില്ല മനസ്സോടു കൂടെ ഫോൺ എടുക്കുന്നു. പറയ് ഉമ്മ. എൻ്റെ ഉമ്മ എത്ര പെട്ടെന്ന് പിണങ്ങിയോ? ഈ എന്നോട് മിണ്ടണ്ട. ഈ എന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് കുട്ടി ഉണ്ടായിക്കൊണ്ട് ഈ അങ്ങനെ പറയാൻ പാടുണ്ടോ? പെണ്ണ് കാണാൻ പോകുന്നത് എൻ്റെ പൊന്നുമ്മ. പെണ്ണ് കാണാൻ പോയത് എനിക്കല്ല. പിന്നെ ആർക്കാ? അതെ, നമ്മളെ കൂടെയുള്ള സഫീർ ഉണ്ടല്ലോ, അവൻക്കാണ്. അത് കേട്ടപ്പോൾ ഉമ്മ ഒരു നിമിഷം. സഫീറിനോ? അത് ആരെയാണ് മോനെ? അത് നമ്മുടെ റിസ്വാന വക്കീലുണ്ടല്ലോ. അല്ലാ, മാഷ അല്ലാ, ആ കുട്ടിയാണോ? റബ്ബേ അല്ലാ, പഠിച്ചോനെ, പൊന്നു മോനെ, എന്നാൽ നമുക്ക് രണ്ടും കൂടി ഒപ്പാക്കിയാലോ? ഉമ്മയുടെ വാക്കുകൾ. എന്നാൽ അവൻ പറഞ്ഞു, ഉമ്മ ഇൻഷാ അല്ലാ നോക്കാം. അല്ലാ പഠിച്ചോനെ. എന്നാലും എൻ്റെ ഉമ്മ പിണങ്ങിയത്. പിന്നെന്താ പിണങ്ങാതിരിക്കോ? ഞാനിങ്ങനെ പാവ ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെ ഇപ്പം എൻ്റെ ചിന്ത എപ്പോഴും. അള്ളാഹുവേ, ആ കുട്ടിക്ക് നീ നല്ല ധൈര്യം കൊടുക്കുക റഹ്മാനെ എല്ലാത്തിനും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ വിഷമമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എന്നിപ്പോൾ ഒരാൾ നോക്കാൻ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. ഉമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഹാപ്പിയായി ഞാൻ നടത്തിത്തരും ഇൻഷാ അല്ലാ. മോനെ എന്നാൽ സഫീറിനോട് പറ രണ്ടുപേരുടേതും ഒരുമിച്ചാകാൻ. ഉമ്മ നമ്മളുടെ ഏകദേശം ഓക്കെയാണ്. പക്ഷെ ഇത് കാണാൻ വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ബാക്കിൽ ചെയ്യുവാനുണ്ട് ഇതിൻ്റേതായ രീതിയിൽ. അതുകൊണ്ട് തന്നെ ഉമ്മ ദുആ ചെയ്യേ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ കേട്ടോ. മോനെ എന്ത് കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ ഉമ്മ. അത് ഓലെ വീട്ടുകാരുടെ കാര്യത്തിലാണ് കുറച്ച് പ്രശ്നമുള്ളത് നമുക്ക്. ഉമ്മ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടി ദുആ ചെയ്യേ. പെട്ടെന്ന് അതാ നമ്മുടെ സഫീർ അങ്ങോട്ട് കടന്നു വരുന്നു, പുഞ്ചിരിക്കുന്ന മുഖവുമായി. തൊട്ടുപിറകെ നമ്മുടെ ഫാത്തിമ റിസ്വാനയും. അവരുടെ ആ ഒരു സന്തോഷകരമായ ആ ഒരു വരവ് കണ്ടപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. അള്ളാഹുവേ റഹ്മാനെ, ഇവർക്ക് നീ പെട്ടെന്ന് തന്നെ അവർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നൽകി റഹ്മാനെ. പെട്ടെന്ന് നിക്കാഹ് കഴിയണേ റബ്ബേ. എന്നാൽ പിന്നെ പേടിക്കാനല്ല. അല്ലാ റഹ്മാനെ, നീ എല്ലാം സ്വീകരിക്കുക ഇൻഷാ അല്ലാ. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.